Hello friends, welcome to channel. 𝙑𝙗𝙗 channel स्वागतം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയിരുന്നെങ്കിൽ നമ്മൾ കാലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ BSNL ഫൈബർ മരം വീണിട്ട് പൊട്ടിയെന്നിട്ട് ഞാനൊരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ട് എന്ത് പറ്റിയ സംഭവം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആക്ച്വലി ഒരു BSNL ഭാഗത്ത് ഒരു ഞെട്ടിക്കുന്നൊരു പെർഫോമൻസ്, അതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് വന്നത്. അപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ പോസ്റ്റ് വരുന്നത്, ജസ്റ്റ് ബാക്കിലാണ്, റൂമിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ടാണ് പോസ്റ്റ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ കണക്ഷൻ വരുന്നത്, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ KCBയുടെ കണക്ഷൻ വരുന്നത്, ഇത് വരുന്നത് സെയിം ആണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് തന്നെ വലിയൊരു നമ്മുടെ ഒരു മരമുണ്ട്. അപ്പോൾ അത് ഇന്നലെ രാത്രി നല്ല മഴ ആയതുകൊണ്ട് തന്നെ അത് പൊട്ടി വീണു, നല്ല വലിയ കഷ്ണമാണ് പൊട്ടി വീണത്. അപ്പോൾ നമ്മുടെ KCBയുടെ ലൈനും പോയി, BSNL ലൈനും കൂടിയിട്ടുണ്ടാകുന്നത്, BSNL ലൈനും ശരിക്കും കട്ടായി പോയി, എന്ന് വെച്ചാൽ പീസായി പോയി, എന്ന് വെച്ചാൽ അങ്ങനെ വെയിറ്റാണ് വന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നമ്മളൊരു 9-10 മണിയായിട്ട് സമയത്താണ് നമ്മൾ വന്നത്, സംഭവം വന്നത്. അപ്പോൾ ഞാൻ പെട്ടു. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മൾ വീഡിയോ എടുക്കുന്ന ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടു. അപ്പോൾ ഇനി 2 ദിവസം നെറ്റ് ഉണ്ടാവില്ല, KCB കറണ്ടും പ്രശ്നമാണ്. അപ്പോൾ കറണ്ട് രാത്രി തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഒന്ന് നോക്കി. അപ്പോൾ എന്തായാലും രാത്രി അവർക്ക് നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വയർ അവർ കെട്ടിയിട്ട് പോയി. ഇന്ന് കാലത്ത് തന്നെ നമുക്കിപ്പോൾ ഞായറാഴ്ച കാലത്ത് തന്നെ 9 മണി 9:30 ഇപ്പോൾ കറക്റ്റ് വന്നു. അപ്പോൾ അവർ തന്നെ ഒരു അരമണിക്കൂറിൽ സംഭവം കരിഞ്ഞു പോയിട്ടാണ്, ഒരു പുതിയ വയറൊക്കെ കെട്ടി സംഭവം പോയി. ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ BSNL കംപ്ലയിൻറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ വെച്ചാൽ നമ്മൾ കറണ്ടില്ലാണ്ട് കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കറണ്ട് ചെയ്ത് പോയാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ ഞാൻ കറണ്ട് വന്നിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ ഞാൻ ഒരു 10 മണിയായപ്പോൾ തന്നെ അവരെ വിളിച്ചു, നമ്മുടെ LCOനെ വിളിച്ചു. അതുപോലെ നമ്മുടെ സെൽഫ് കെയറിലും പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു, കംപ്ലയിൻറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ മെസ്സേജ് വന്നു. LCOയുടെ എൻ്റെ വാട്സാപ്പ് നമ്പറും അതുപോലെ പേഴ്സണൽ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും പ്രസ് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. അതുപോലെ നമ്മുടെ Instagram Facebook ലിങ്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഗീവ് അവേ വീഡിയോ കാണാത്തവർ കാണുക. അതുപോലെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 10Dയുടെ റൂട്ടറും അതുപോലെ ഒരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ 3200 നല്ലൊരു ഹെഡ്സെറ്റ് ഉണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും, അപ്പോൾ കാണാൻ മറക്കണ്ട. അപ്പോൾ എന്നാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അവർ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി നമ്മളിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണല്ലോ, അപ്പോൾ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ എന്തായാലും ഇന്ന് നടക്കില്ല. അപ്പോൾ ഒരു 1.5 hour കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ LCOയുടെ മെയിൻ ആളുണ്ട്, എൻ്റെ മെയിൻ അടുത്താൽ ശരിക്കും അവർ എന്താ പറയുക ഒരു ഓഫീസ്, നമ്മുടെ LCOൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ആൾ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നിപ്പോൾ സ്പ്ലൈസ് ചെയ്യണമല്ലോ, നമ്മുടെ നെറ്റ് കട്ടായി, എന്ന് വെച്ചാൽ വയർ കട്ടായി. അപ്പോൾ ഞാൻ സംഭവം ഇൻസ്റ്റോളേഷൻ ഫുൾ ചെയ്യണം, സ്പ്ലൈസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആൾ പറഞ്ഞു അവരുടെ സ്പ്ലൈസിങ്ങിൻ്റെ അത് മാക്സിമം അവൈലബിൾ ആയിരിക്കില്ല, മാക്സിമം ഒരു കാലത്താണ് ഇറങ്ങുക അപ്പോൾ ഈ കട്ട് ചെയ്യാനും ഇതൊക്കെ ചെയ്യണമൊക്കെ. അപ്പോൾ മാക്സിമം നാളത്തേക്കേ വരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മാക്സിമം നോക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു ഓക്കെ എന്തായാലും മാക്സിമം നോക്കാം, എന്തായാലും നാളത്തേക്ക് ഫുള്ളായിട്ട് നമുക്ക് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയാൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു. നോക്കിയപ്പോൾ BSNL പറഞ്ഞിട്ടൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വാതിലിൻ്റെ അവിടെ, നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ആൾ. നോക്കിയപ്പോൾ നമ്മുടെ വയർ കണക്ഷൻ ശരിയാക്കാനാന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ ഞെട്ടിപ്പോയി. BSNL തന്നെയാണോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആക്ച്വലി ഒരാളുണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ക്ലിപ്പ് നമ്മുടെ ലൈഡിലിട്ട് ഇടുന്നുണ്ട്, ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല മഴയും അത്യാവശ്യം മഴച്ചാറിലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരും ഒരാളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഫുൾ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ സ്പ്ലൈസ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ വലിച്ചു കയറുന്നതിൻ്റെ ഒക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ഞാൻ ഏതാണ്ടിൻ്റെ ഇടയിൽ നമുക്ക് ഇടാം, അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റിൽ ഇടാം, എങ്ങനെയാണ് നമുക്ക് വേണ്ട നോക്കിയിട്ടിടാം. അപ്പോൾ അവർ തന്നെ വന്ന് വയർ വലിച്ചു. ഒരു പുതിയ വയറുണ്ടാകുന്നില്ല കേട്ടോ, എന്ന് വെച്ചാൽ വയർ ശരിക്കും കട്ടായി പോയിക്കായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ പോസ്റ്റ് വന്ന് ഒരു പുതിയ വയർ ഇട്ടുന്നു. പക്ഷേ ജോയിൻ ചെയ്യേണ്ട വന്നു, അങ്ങനെ ഒരു കുഴപ്പം വന്നു. ജോയിൻ ചെയ്തപ്പോൾ നമുക്കറിയാം ചെറുതായിട്ട് നെറ്റ് ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ജോയിൻ ചെയ്തു, സംഭവം റൂമിലേക്ക് ഇട്ടു. അപ്പോൾ തന്നെ അവർ വന്ന് സ്പ്ലൈസിങ് ചെയ്തു. ഒരു 15 മിനിറ്റ് സംഭവം ശരിയാക്കിയിട്ട് പോയി അവർ. അപ്പോൾ ആൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എടുക്കുന്നത് അവർ പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ സംഭവം നെറ്റ് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നെറ്റ് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഫുൾ സ്പീഡ് കിട്ടുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നെറ്റ് ലോസ് ചെറുതായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ജോയിനിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. പക്ഷേ വലിയായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ 60 MB പ്ലാനാണ്, 60 കിട്ടുന്നുണ്ട്. പക്ഷേ 1% ഒക്കെ നമ്മുടെ നെറ്റ് ലോസ് ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ആപ്പിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ അപ്പുറത്തായിരിക്കണം. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോൺ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിളിലാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും, ക്ലിയർ ആവുന്നുണ്ടോ, 270 കിട്ടുന്നുണ്ട്. നമ്മുടെ ഡൗൺലോഡ് 70.6 അതുപോലെ അപ്ലോഡ് 71.6 കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ BSNL ഒരെണ്ണം കൂടി നോക്കാം നമുക്ക്. എന്തായാലും BSNL സൈറ്റിൽ തന്നെ നമുക്ക് BSNLൻ്റെ സ്പീഡ് ടെസ്റ്റ് ആപ്പ് ഉണ്ട്.
അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് 73 ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നത്. ഞാൻ എന്തായാലും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 73.32 ഡൗൺലോഡ്, അപ്ലോഡ് 60, കറക്റ്റ് 60 കിട്ടുന്നത്. നമ്മുടെ സ്പീഡ് ടെസ്റ്റ് ആപ്പിൽ നോക്കുമ്പോഴാണ് നമുക്ക് ജിറ്ററും അധികം വലിയ റേറ്റ് വരുന്നില്ല, പക്ഷേ ഒരു 3% ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നെറ്റ് ലോസ് അതിൽ കാണിക്കും നമുക്ക് ലാസ്റ്റായിട്ട്. അതിൽ നെറ്റ് ലോസിൽ ഒരു 1% കാണിക്കുന്നുണ്ട്, 1.5 അടക്കം വരുന്നുണ്ട്. പിങ് നോർമൽ തന്നെയാണ്, ഇടയ്ക്ക് 20 താഴെ വരുന്നുണ്ട്, മാക്സിമം 30 വരെ വരുന്നത്. എനിക്ക് ഗെയിം പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിങ് വലിയ എഫക്റ്റിംഗ് ഇല്ല. പക്ഷേ നെറ്റ് ലോസ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അത് ജോയിൻ്റെ പ്രശ്നം തന്നെ സാധ്യത. അപ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കണം അടുത്ത്. അപ്പോൾ എന്തായാലും ഈ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ. ഞാൻ BSNL എത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആക്ച്വലി. ഞാൻ വിചാരിച്ചു മിനിമം ഒരു 2-3 ദിവസം ഇങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് BSNL അല്ല ശരിക്കും പറയുന്നത്, LCO തന്നെയാണ് പറയുന്നത്. വെച്ചാൽ നമ്മുടെ അടുത്തുള്ള LCOൻ്റെ ഒരു കഴിവ് തന്നെയാണ് വെച്ചാൽ ഇത്ര പെട്ടെന്ന് ഫാസ്റ്റ് റെസ്പോൺസും ഇത്ര പെട്ടെന്ന് പൊട്ടി കിടക്കുന്ന സംഭവം ഇത്ര പെട്ടെന്ന് ഫാസ്റ്റ് സ്ലൈസ് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് പോകണമെന്ന് വെച്ചാൽ അത് LCO തന്നെയാണ് പറയുന്നത്. അപ്പോൾ LCO തന്നെയാണ് നമ്മൾ ആക്ച്വലി ഞാൻ ഒരു എന്താ പറയുക ഒരു താങ്ക്സ് പറയണത്. വെച്ചാൽ എത്ര പെട്ടെന്ന് സംഭവം ശരിയാക്കി തന്നെ ഞാൻ പ്രതീക്ഷയില്ല ആക്ച്വലി. ഇതിന് മുമ്പ് ഇതുപോലെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ്, അപ്പോൾ പിന്നെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോൾ അപ്പോൾ എന്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് മനസ്സിലായത് LCO കാരണം ഇപ്പോൾ ആക്ച്വലി BSNL ഫൈബർ ഇത്ര അടിച്ച് കയറി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ മാസം തന്നെ അറിയാം ഭയങ്കര കണക്ഷൻസ് പോയിട്ടുണ്ട്, ജിയോനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കണക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം LCO ഒക്കെ തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. വെച്ചാൽ BSNL എംപ്ലോയീസിന് വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് അവിടെ നമുക്ക് കമ്പ്യൂട്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടോ. അപ്പോൾ ഫുൾ സർവീസും കാര്യങ്ങളും ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസും ഇവർ തന്നെയാണ് തരുന്നത്. വെച്ചാൽ അവരെ സ്ഥലത്തേക്ക് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അത് എക്സ്പീരിയൻസ് അത് തന്നെ പറഞ്ഞിട്ട് തരില്ല, ആളുമില്ല, അവർ നോക്കണമില്ല. അപ്പോൾ അത് നമ്മൾ പോട്ടെ, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ എക്സ്പീരിയൻസ് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ LCO കൊണ്ട് തന്നെ നിങ്ങൾക്ക് BSNL ഇപ്പോൾ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ LCOയുടെ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ LCO സൂപ്പറാണെങ്കിൽ നമുക്ക് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ബ്രോഡ്ബാൻഡിനെക്കാട്ടും നല്ല എക്സ്പീരിയൻസ് ആണ്. വിളിച്ച് പറഞ്ഞാൽ അപ്പോൾ തന്നെ സംഭവം ശരിയാക്കി തരുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നി. എന്തായാലും അതൊന്ന് ഷെയർ ചെയ്യാമെന്നാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ Instagram, Facebook ലിങ്ക് ഫോളോ ചെയ്യുക. അതുപോലെ ഗീവ് അവേ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പങ്കെടുക്കാത്തവർ പങ്കെടുക്കുക. നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.